UK ആണോ നല്ലത്? ഗൾഫാണോ നല്ലത്? ഇന്ത്യൻ ആണെങ്കിലും നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ ക്വിസീൻസ് അവിടെ, ഈവൻ അറബിക് ഫുഡ് ആണെങ്കിൽ നമുക്ക് അധികം കഴിച്ചു കഴിഞ്ഞാൽ മടുക്കില്ല. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവുമല്ലോ, അത് എനിക്ക് തോന്നുന്നു അവിടെയാണ് കുറച്ചും കൂടെ. എൻ്റെ ജീവിതത്തിൻ്റെ പകുതിയിലേറെ അടുക്കുന്ന വർഷങ്ങളാണ് ഞാൻ UK നിന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മൾ വീട്ടിലെത്തിയ സംഗതി മറ്റേത് ഇവിടുന്ന് ഗൾഫിൽ എത്തണം, എത്തിക്കഴിഞ്ഞാലേ നമുക്ക് അവിടുന്ന് വീട്ടിലെത്തിയ ഒരു സന്തോഷം. കാരണം ഗൾഫിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ മലയാളീസ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഇത് വരും. അന്ന് ആ ഇന്റർവ്യൂവിൽ വെച്ചിട്ട് ഈ അറബി വിളിച്ചിട്ട് നമ്മളൊക്കെ ഇന്റർവ്യൂവിന് ചോദിച്ചു, നല്ല പെണ്ണുങ്ങളൊന്നും ഇല്ലേ എന്ന് ആ ഏജന്റിനോട് ചോദിക്കും. നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല, ഒരു അറബിയുടെ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സായിപ്പിന്റെ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം. എക്സ്പെക്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ അത്ര നല്ല കാര്യങ്ങൾ ഒരു അറബിയുടെ അങ്ങനെ എക്സ്പെക്ട് ചെയ്യണമെന്നില്ല. പക്ഷെ ഒരു വെസ്റ്റേൺ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു പേഷ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കുറച്ചും കൂടി പൊളൈറ്റ് ആയിരിക്കും. അവർക്ക് ദേഷ്യപ്പെടാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പോ അവർ കൺട്രോൾ ചെയ്തിട്ടായിരിക്കും. ബ്രോ, നമ്മളിടുന്ന പല വീഡിയോയുടെ അടിയിൽ ഗൾഫിലുള്ള മലയാളികൾ അല്ലെ ഗൾഫിൽ നിന്ന് UK വന്ന് സെറ്റിൽ ഡൗൺ ആയ മലയാളികൾ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, UK ഒട്ടും കൊള്ളത്തില്ല, ഗൾഫായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ബ്രോ ഏകദേശം 20 വർഷത്തോളം ഗൾഫിൽ ജനിച്ചു വളർന്ന ആളാണ്. ഇപ്പോൾ ഇവിടെ UK വന്നിട്ട് 3-4 വർഷമായി. എന്താണ് അഭിപ്രായം? UK ആണോ നല്ലത്? ഗൾഫാണോ നല്ലത്? തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഗൾഫ് തന്നെ, ഗൾഫിലത്തെ ഒരു ലിവിങ് ലൈഫ് കൾച്ചർ തന്നെയാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണ് ബ്രോ? കാരണം ഒരു 3 to 4 ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒന്ന് നമ്മ ഫുഡാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടുത്തെ ഫുഡ് അങ്ങനെ മോശമാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ ഗൾഫിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സിന്റെ ആണെങ്കിലും ക്വാളിറ്റി നല്ല പ്രീമിയം ക്വാളിറ്റിയാണ്. റൈറ്റ്. അങ്ങനെ അത് മാത്രമല്ല, എനിക്കൊന്ന് ഗൾഫിൽ ഇഷ്ടംപോലെ മലയാളി റെസ്റ്റോറന്റ് മേളമാണല്ലേ. എനിക്കൊന്ന് നമ്മുടെ മലയാളി മാത്രമല്ല, നമുക്ക് ഇന്ത്യൻ ആണെങ്കിലും നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ ക്വിസീൻസ് അവിടെ, ഈവൻ അറബിക് ഫുഡ് ആണെങ്കിൽ നമുക്ക് അധികം കഴിച്ചു കഴിഞ്ഞാൽ മടുക്കില്ല. പക്ഷെ ഇവിടുത്തെ ചില ഫാസ്റ്റ് ഫുഡൊക്കെ നമുക്കൊരു 3 to 4 നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് മടുപ്പ് തോന്നും. അതുപോലെ ഇപ്പം തന്നെ ഫുഡ് ഒന്ന് പറഞ്ഞു, വേറെ എന്തൊക്കെയാണ് അവിടെ ഗൾഫിന് UK-നെക്കാളും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്? UK-നെക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈവൻ ഇപ്പൊ നമ്മളൊരു ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവുമല്ലോ, അത് എനിക്ക് തോന്നുന്നു അവിടെയാണ് കുറച്ചും കൂടെ കൂടുതൽ. അതിനെന്തായിരിക്കും കാരണം? എന്തായിരിക്കും ഫ്രണ്ട്സായിട്ടുള്ള കൂടുതലായിട്ടുള്ള സമയം ഉള്ളത് കൊണ്ടാണോ, അതോ ബ്രോ കൂടുതൽ വർഷങ്ങൾ അവിടെ നിന്നോണ്ടാണോ? എന്തായിരിക്കും അതിന്റെ കാര്യം? എനിക്കൊന്ന് കൂടുതൽ വർഷങ്ങൾ അവിടെ നിന്നോണ്ട് ആയിരിക്കണം. എനിക്ക് അവിടെ നല്ലൊരു നെറ്റ്വർക്ക് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതെ, ഓക്കെ. ഇവിടെ ഇപ്പോ അത് മാത്രമല്ല, നമ്മൾ പ്രായം കൂടുന്നതോറും നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റിയും കുറയുന്നാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കണം. പിന്നെ നമ്മൾ നമ്മുടെ വർക്കായിട്ട് ഇൻവോൾവ് ആയിട്ട് പോകുന്നു. അപ്പൊ ഫ്രണ്ട്സ് അങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് അങ്ങനെ കിട്ടാറില്ല, ഇവിടെ കുറവാണ്. പിന്നെ നമ്മൾ ആ ഒരു ലിമിറ്റഡ് സർക്കിൾ അങ്ങ് കൂടുകയാണ്. ഇപ്പൊ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വിരലിനെണ്ണാവുന്ന അത്രയും ഫ്രണ്ട്സേ ഉള്ളൂ. നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ട്, കാരണം നമ്മൾ പറയാറുണ്ടായിരുന്നു ഈ ഫ്രണ്ട്സിനെക്കാളും കൂടുതൽ എനിക്കിപ്പം 20 വർഷത്തിൽ കൂടുതലായി, എൻ്റെ ജീവിതത്തിന്റെ പകുതിയിലേറെ അടുക്കുന്ന വർഷങ്ങളാണ് ഞാൻ UK നിന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എനിക്കിവിടെയുള്ള ഫ്രണ്ട്സ് വളരെ പരിമിതമാണ്. ഇത്രയും വർഷം കൊണ്ട് ഞാൻ സമ്പാദിച്ച ഫ്രണ്ട്സ് എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. അപ്പോൾ അത് എനിക്ക് മനസ്സിലായത് കൂടുതലും, എന്നാൽ ഇഷ്ടംപോലെ ആൾക്കാരെ എനിക്ക് അറിയുകയും ഞാനൊരു അസോസിയേഷൻ്റെ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. പക്ഷേ അവിടെയൊക്കെ എനിക്ക് മനസ്സിലായത് ഇതെല്ലാം വെറും അക്വൈൻറ്റൻസ് മാത്രമായിരുന്നു. അതായത് നമുക്കൊരു ഒരേ ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് പോകുന്നു. അവരെ നമുക്ക് പക്കാ ഫ്രണ്ട്സ് എന്ന് പറയാനും പറ്റത്തില്ല. അങ്ങനെ ഒരു സംഭവം. ഇനി എന്താണ് ബ്രോയ്ക്ക് തോന്നിയത്? ഇതേ സെയിം തോട്ട് തന്നെ എനിക്കും തോന്നിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ബ്രോ, ഇപ്പൊ ഫുഡായി, ഈ പറയുന്ന പോലെ ഫ്രണ്ട്സായി, പിന്നെന്താണ് ഗൾഫിൽ ബെറ്റർ ആയിട്ടുള്ള സംഭവം തോന്നിയത്? വേറെ ഇപ്പൊ ഗൾഫിലാവുമ്പോ നമുക്ക് അങ്ങനെ നാടിനെ മിസ് ചെയ്യുക അങ്ങനത്തെ ഒരു അധികം അവിടെ നമുക്ക് തോന്നാറില്ല. കാരണം കൂടുതലും നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി നമ്മുടെ കൂടെ അടുത്തുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വല്ല ഓണം, വിഷു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈദിന്റെ ഫംഗ്ഷൻസ്. നമ്മൾ എല്ലാവരും ഫ്രണ്ട്സ് ആയിട്ട് കുറച്ചും കൂടി ഇന്ററാക്ഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു ഹോം സിക്നെസ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല അവിടെ. ഫീൽ ചെയ്യുന്നില്ല. മാത്രമല്ല എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ട്രാവലിംഗ് ഏകദേശം ഒരു 4 മണിക്കൂറും ഉണ്ട്, 4.5 മണിക്കൂറും ഉണ്ട്, 3.5 മണിക്കൂറും ഉണ്ടൊക്കെ ഗൾഫിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്താം എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് കൂടെ ഉണ്ട്. ഇപ്പൊ പെട്ടെന്ന് ഒരു ആവശ്യം വന്നു, ഉടനെ നമുക്ക് അങ്ങ് പോവാം എന്ന് പറയുന്ന ഒരു സംഭവം. അതേസമയം ഇവിടെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10-10.5 മണിക്കൂർ അല്ലെ, പല രാജ്യങ്ങളിലൂടെ കയറി ഇറങ്ങിയിട്ട് വേണം നമുക്ക് പോവാൻ.
അപ്പം ഏകദേശം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കാം. അതായത് ഇപ്പോൾ ഇവിടെ UK ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇഷ്ടംപോലെ മലയാളി റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്, പുതുതായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഇഷ്ടംപോലെ പാർട്ടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഒക്കെ ആണെങ്കിലും ഞാൻ ഇഷ്ടംപോലെ ഡെയിലി പാർട്ടികൾ നടക്കുന്നുണ്ട്, വീക്കെൻഡിലെല്ലാം പാർട്ടികളുണ്ട്. അപ്പം മലയാളി കമ്മ്യൂണിറ്റിയുടെ പാർട്ടികളുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ UK-യും കുറേ കൂടെ ഈ പറയുന്ന ഒരു ഗൾഫ് പോലെ മാറുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ മാറുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇനിയും വർഷങ്ങൾ പോകുന്തോറും നമ്മൾക്ക് ഇങ്ങനെ തന്നെ തോന്നുന്നത് ഗൾഫ് പോലെ തന്നെ ആയി മാറും UK എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് അഗൈൻ ഇവിടുത്തെ ഇമിഗ്രേഷൻ റൂൾസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുന്ന അതിനൊക്കെ അനുസരിച്ചിരിക്കും. പക്ഷെ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞത്തെ ഈ ഹോം സിക്നെസ്സും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് വരാം തീർച്ചയായിട്ടും. അതെ. അത് മാത്രമല്ല, എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവിടുന്ന് എയർ ഇന്ത്യയുടെ പണ്ടൊന്നും ഫ്ലൈറ്റ് ഇല്ലായിരുന്നു, ഇവിടുന്ന് എയർ ഇന്ത്യയുടെ ഡയറക്റ്റ് ഫ്ലൈറ്റ് എന്നൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തിയ സംഗതി. മറ്റേത് ഇവിടുന്ന് ഗൾഫിൽ എത്തണം, എത്തിക്കഴിഞ്ഞാലേ നമുക്ക് അവിടുന്ന് വീട്ടിലെത്തിയ ഒരു സന്തോഷം. കാരണം ഗൾഫിൽ വരുമ്പോഴത്തേക്കും നമ്മൾ മലയാളീസ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഇത് വരും. അതോടൊപ്പം മറ്റൊരു പ്രധാന കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് എൻ്റെ ലൈഫിൽ അറബി എക്സ്പീരിയൻസ് വളരെ കുറവാണ്. ഞാൻ ഒരു അറബിയെ മാത്രമേ എൻ്റെ ജീവിതത്തിൽ പ്രോപ്പറായിട്ട് സംസാരിച്ചു അല്ലെങ്കിൽ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതിൽ നിന്ന് ആ ഒരു എക്സ്പീരിയൻസ് ഇച്ചിരി മോശമായിരുന്നു. കാരണം ഇതൊരു പഴയ വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ നാട്ടിൽ വെച്ചൊരു ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ, നഴ്സിങ്ങിനുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു, വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്ന് കാലങ്ങൾ മാറിയിട്ടുണ്ട്. അന്ന് ആ ഇൻ്റർവ്യൂവിൽ വെച്ചിട്ട് ഈ അറബി വിളിച്ചിട്ട് നമ്മളൊക്കെ ഇൻ്റർവ്യൂവിന് ചോദിച്ചു, നല്ല പെണ്ണുങ്ങളൊന്നും ഇല്ലേ എന്ന് ആ ഏജൻറ്റിനോട് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുന്നു, ഒരു എംപ്ലോയർ എന്ന് പറയുന്ന ഒരാൾ അവിടെ സംസാരിക്കുന്ന ഒരു രീതി, അന്ന് സത്യം പറഞ്ഞാൽ സീരിയസ്ലി പറഞ്ഞാൽ അന്ന് എനിക്ക് ആ ഒരു ഇത് വന്നു. പക്ഷെ ഒരിക്കലും പിന്നീട് അതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എല്ലായിടത്തും നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഒരു വർഗത്തെ മൊത്തം ഒരാളിനെ വെച്ചിട്ട് നമുക്ക് ഇത് പറ്റില്ല. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ, സീരിയസ്ലി നോക്കുമ്പോൾ, ഇപ്പോൾ ഒരു അറബി എന്ന് പറയുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു സായിപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇവരുടെ വേറൊരു നാട്ടിലെ ആളെന്നുള്ള രീതിയിൽ രണ്ട് വ്യക്തിത്വങ്ങളാണ്, രണ്ട് ഇതിലുള്ളതാണ്. അവർ അങ്ങനെ ഉള്ള എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഗൾഫിലുള്ള ഒരു അനുഭവം ഇവിടുത്തെ ഉള്ള അനുഭവം തമ്മിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു അറബി സൈഡിൽ നിന്ന് ചിന്തിക്കുകയും ഒരു സായിപ്പിന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുകയും ചെയ്താൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ? ജനറലി അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല. ഒരു അറബിയുടെ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സായിപ്പിന്റെ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം. എക്സ്പെക്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ അത്ര നല്ല കാര്യങ്ങൾ ഒരു അറബിയുടെ അങ്ങനെ എക്സ്പെക്ട് ചെയ്യണമെന്നില്ല. ചില സമയത്ത് ബാഡ് എക്സ്പീരിയൻസ് ആവാം, മനസ്സിലായി. പക്ഷെ സായിപ്പിന്റെ ഒരു 90% നല്ലൊരു ഫീഡ്ബാക്ക് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതെ. പക്ഷെ അതിനകത്ത് മറ്റൊരു ഘടകവും ഉണ്ട്. അതായത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, പലപ്പോഴും നമ്മൾ എല്ലാവരും ഇവിടെ ഒരു രാജ്യത്തിന്റെ ഒരു സൈഡ് നോക്കുമ്പോൾ കുറെ മുഖംമൂടി അണിഞ്ഞ ഒരു ഇത് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? മുഖംമൂടി എന്നല്ല അതിന് പറയുന്നത്, അവരുടെ രാജ്യത്തിന്റെ ഒരു കൾച്ചർ അങ്ങനെയാണ്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. അതായത് അറബ്സിന്റെ ആണെങ്കിലും ജനറലി ഇവിടുത്തെ വെസ്റ്റേൺ യൂറോപ്യൻസ് ആ ഒരു ഇതാണെങ്കിലും ഒരു കട്ട് ത്രോട്ട് ബിഹേവിയർ ആണ് കൂടുതലും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഒരു അറബ്സിന്റെ. അവര് ചിലപ്പോൾ പൊളൈറ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ അവര് എന്താണോ ആ ഒരു ഇമോഷനിൽ അവർക്ക് അപ്പൊ തോന്നുന്നത് അതായിരിക്കും അവര് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നത്. പക്ഷെ ഒരു വെസ്റ്റേൺ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു പേഷ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കുറച്ചും കൂടി പൊളൈറ്റ് ആയിരിക്കും. അവർക്ക് ദേഷ്യപ്പെടാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പോൾ അവർ കൺട്രോൾ ചെയ്തിട്ടായിരിക്കും. കാരണം അതെനിക്ക് തോന്നുന്നത് അത് റൂൾസിൻ്റെ റെഗുലേഷൻ, ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങളും ഒരു രാജ്യത്തിൻ്റെ ഇതും അനുസരിച്ചാണെന്ന് തോന്നുന്നു ഓരോ പോക്കുകൾ. ഇപ്പോൾ സായിപ്പന്മാർക്കെന്ന് പറഞ്ഞാൽ പണ്ട് എല്ലാ രാജ്യത്തും അധിനിവേശം ഉണ്ടായിരുന്നു, പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവർ വലിയ സമൂഹത്തിൻ്റെ ഏറ്റവും മുകൾ തട്ടി നിന്നവരാണ് എന്ന് തോന്നിയിരുന്നു. പിന്നീട് ഒബ്വിയസ്ലി ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ പോരായ്മകളൊക്കെ മനസ്സിലാക്കി, അപ്പോൾ ഇനി ആ പോരായ്മയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത കുറേ മുഖംമൂടിയായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് തന്നെ ചിലപ്പം ചിലയിടത്തൊക്കെ ഓവർ ഇതായിട്ടും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പം കഥകിനെ ഇടിച്ചിട്ട് താങ്ക് യു പറയുക, അല്ലെങ്കിൽ സോറി പറയുക എന്നൊക്കെ പറയുന്ന കുറേ പരിപാടികളും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു സൈഡിൽ നോക്കിയാൽ ചിലപ്പം ഒരു സൈഡിൽ ചിലപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ള ബിഹേവിയർ ആയിട്ട് തോന്നും, ഇപ്പുറത്തെ സൈഡിൽ ആണെങ്കിലും തോന്നും. പക്ഷേ ഇതിനകത്ത് മറ്റൊരു സംഭവം വരിക, ഇത് ജനറലി എല്ലാവരെയും അഫക്റ്റ് ചെയ്യാതെ എങ്ങനെ പോകാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ ഒരു പൊളൈറ്റ്നെസ്, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെ ആ ഒരു ഇത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എന്തായാലും എന്താ പറയുക, നമ്മൾ അത്യാവശ്യം അല്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇനിയും ഇതൊരു വൈഡ് ടോപ്പിക്കാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ബ്രോ. അപ്പം UK ഇനി കുറേ നാളുകൾ നിന്നിട്ട് നമുക്ക് ഇതുപോലെ വീണ്ടും ഒരു ഇൻ്റർവ്യൂവിൽ ഇരിക്കാം. ഓക്കെ.
ലെറ്റ്സ് ടൈം. താങ്ക് യു. താങ്ക് യു.